ഞാൻ രേണു എ, പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാനൊരു കേസ് സ്റ്റഡി ഷെയർ ചെയ്യുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മിസ്റ്റർ കെന്നി ഫെർണാണ്ടസ് റിസീവ് ചെയ്തിരിക്കുന്നത് 491 സ്കിൽഡ് വിസയാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഏജ് ആണ്, 42 ഇയേഴ്സ്. ഞാൻ അദ്ദേഹത്തിന്റെ ജേർണി ഒന്ന് ഷെയർ ചെയ്യാം. സ്കിൽ അസസ്മെന്റ് റിസീവ് ചെയ്തിരിക്കുന്നത് 21 നവംബർ 2021 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 27 ജൂലൈ 2022 ആണ്. അദ്ദേഹത്തിന് പ്രീ ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നത് 12 ജാനുവരി 2023 ആണ്. ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് 10 ഫെബ്രുവരി 2023 ആണ്. നമ്മൾ മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിമോട്ടിവേറ്റ് ആകാണ്ട് പ്രോസസ് ത്രൂ ചെയ്ത് ഗോഡ് സ്പീഡിന്റെ 5310 പ്രോസസ്സിൽ ബിലീവ് ചെയ്യുകയാണെങ്കിൽ 42 ഇയേഴ്സിലും 65 പോയിന്റ്സിലും നമുക്ക് വിസ ഗ്രാന്റ് ആകും. മൈഗ്രേഷൻ വിസ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്ട് ആൻഡ് ജെനുവിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, സം ക്ലയൻറ്റ്സ് 8 months, സം ക്ലയൻറ്റ്സ് 10 months, സം ക്ലയൻറ്റ്സ് 12 months, സം 14, 18, 16 and 22 monthsലാണ് ഗ്രാന്റ് വരുന്നത്. മിസ്റ്റർ കെനിയുടെ കേസ് സ്റ്റഡിയിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഏജ് 42 ആയിരുന്നു. അദ്ദേഹത്തിന് ഗ്രാന്റ് വന്നിരിക്കുന്നത് 18 to 22 monthsലാണ് 491 സ്കിൽഡ് മൈഗ്രേഷന്റെ. ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ വളരെ ജെന്യുവിൻ ആയിട്ടാണ് ക്ലയൻസിന് ഇൻഫർമേഷൻസ് തരുന്നത്. വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു മൈഗ്രേഷൻ സർവീസ് ആണ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് സ്റ്റഡി ഓപ്പൺ ആയിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. Thank you for believing Godspeed 5310 process, Mr. Kenny Fernandez. 491 regional visa 23rd July 2024 grant receive ചെയ്തിട്ടുണ്ട്. Thank you.